പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവോടെ തൃശൂരിലെ രാഷ്ട്രീയ പോരാട്ടത്തിനാണ് വീറും വാശിയും ഏറിയിരിക്കുന്നത്. ഹൈന്ദവ വോട്ടുകൾക്ക് പുറമെ മണ്ഡലത്തിലെ നിർണായക വോട്ട് ബാങ്കായ ക്രൈസ്തവ വോട്ടുകളും ഇത്തവണ BJP ലക്ഷ്യമിടുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ ക്രിസ്തുമസ് വിരുന്നോടെ ക്രൈസ്തവ വിഭാഗം കൂടുതലായി BJPയോട് അടുത്തു എന്നാണ് നേതൃത്വം കരുതുന്നത്. സാമുദായിക വോട്ടുകൾക്ക് പുറമെ സ്ത്രീ വോട്ടുകളും പരമാവധി പെട്ടിയിൽ വീഴ്ത്താനാണ് BJP ശ്രമിക്കുന്നത്. തൃശൂർ കേന്ദ്രീകരിച്ച് സ്ത്രീകളുടെ ഒരു സമ്മേളനം നടത്തിയതും ആ വേദിയിൽ വെച്ച് തന്നെ സ്ത്രീകൾക്കായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വിവിധ പദ്ധതികൾ മോദി എണ്ണി പറഞ്ഞതും ഇതിന്റെ ഭാഗമാണ്. തൃശൂർ ലോക്സഭാ മണ്ഡലം BJPക്ക് എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. തൃശൂരിന് പുറമെ BJP 100% പ്രതീക്ഷയർപ്പിക്കുന്ന മറ്റൊരു മണ്ഡലം തിരുവനന്തപുരമാണ്. ഈ 2 സീറ്റുകളിൽ വിജയിച്ചാൽ പിന്നെ സംസ്ഥാന ഭരണം പിടിക്കാൻ അധികം ദൂരമില്ലെന്നതാണ് ദേശീയ നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. കേന്ദ്രഭരണത്തിന്റെ സകല ആനുകൂല്യവും ഉപയോഗപ്പെടുത്തി തിരുവനന്തപുരവും തൃശൂരും പിടിച്ചെടുക്കാനാണ് BJP ശ്രമിക്കുന്നത്. ഇതിനായി അധികം താമസിയാതെ തന്നെ മോദി തിരുവനന്തപുരത്തും ലാൻഡ് ചെയ്യും. നിയമസഭയിൽ ഉണ്ടായിരുന്ന ഏക സീറ്റും നഷ്ടമായതിനാൽ BJP ദേശീയ നേതൃത്വം നേരിട്ട് ഇടപെട്ടാണ് തൃശൂർ തിരുവനന്തപുരം മണ്ഡലങ്ങളിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ദേശീയ നേതാക്കൾ ഈ മണ്ഡലങ്ങളിൽ എത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. സുരേഷ് ഗോപി വിജയിച്ചാൽ കേന്ദ്രമന്ത്രിയാക്കുമെന്നതാണ് BJP നൽകുന്ന ഉറപ്പ്. തൃശൂരിന് ഒരു കേന്ദ്രമന്ത്രിയെ ലഭിക്കാൻ താമരയ്ക്ക് വോട്ട് ചെയ്യണമെന്ന പ്രചരണം ഇപ്പോൾ തന്നെ മണ്ഡലത്തിൽ ശക്തമാണ്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം കൂടിയായ തൃശൂരിന്റെ മണ്ണിൽ UDF നേതൃത്വം സിറ്റിംഗ് MP ആയ TN പ്രതാപനെ തന്നെയായിരിക്കും ഇത്തവണയും രംഗത്തിറക്കുക. 2019 തിരഞ്ഞെടുപ്പിൽ 93,633 വോട്ടുകൾക്കാണ് പ്രതാപൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസിനെ തോൽപ്പിച്ചിരുന്നത്. അതിനു മുൻപ് നടന്ന തിരഞ്ഞെടുപ്പിലേതിനേക്കാൾ 68,000-ലധികം വോട്ടാണ് ഇടതുപക്ഷത്തിന് നഷ്ടമായിരുന്നത്. മോദി വിരുദ്ധ വികാരം, മതന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം, ശബരിമല വിഷയം എന്നിവയ്ക്ക് പുറമെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചതിന്റെ ആനുകൂല്യവും ആ തിരഞ്ഞെടുപ്പിൽ പ്രതാപനാണ് ലഭിച്ചിരുന്നത്. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായേക്കുമെന്ന പ്രചരണമാണ് തൃശൂരിൽ എന്ന പോലെ തന്നെ കേരളത്തിലെ 19 മണ്ഡലങ്ങളിലും പ്രകടമായിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ അതല്ല. രാഹുൽ ഗാന്ധിയുടെ പേരിൽ ഒരു വോട്ടും ഇത്തവണ UDFന്റെ പെട്ടിയിൽ വീഴുകയില്ല. ഇന്ത്യ സഖ്യത്തിൽ പോലും രാഹുൽ ഗാന്ധിക്ക് സ്വീകാര്യത ഇല്ലെന്നത് ഇതിനകം തന്നെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങൾ കോൺഗ്രസിന്റെ കൈവിട്ടതും കോൺഗ്രസിന്റെ അവകാശവാദത്തിന്റെ മുനയാണ് ഒടിച്ചിരിക്കുന്നത്. കേന്ദ്രത്തിൽ ഇനി അഥവാ ഒരു BJP വിരുദ്ധ സർക്കാർ വന്നാൽ പോലും ഒരിക്കലും കോൺഗ്രസിൽ നിന്നും പ്രധാനമന്ത്രി ഉണ്ടാകാനുള്ള സാധ്യതയും കുറവാണ്. ഇന്ത്യ സഖ്യത്തിലെ പ്രബല കക്ഷികൾക്കിടയിൽ കോൺഗ്രസിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതാണ് അതിന് പ്രധാന കാരണം. അത്തരമൊരു സാഹചര്യത്തിൽ മുൻപ് 3ാം മുന്നണി സർക്കാരിനെ പിന്തുണച്ചതുപോലെ പിന്തുണയ്ക്കാൻ കോൺഗ്രസും നിർബന്ധിതമാകും. ഇതേക്കുറിച്ചെല്ലാം നല്ല ബോധ്യം തൃശൂരിലെ ജനങ്ങൾക്കുമുണ്ട്. മാത്രമല്ല, സംഘടനാപരമായും 2019 സാഹചര്യമല്ല 2024 കോൺഗ്രസിനുള്ളത്. 2019 നയിക്കാൻ ഉമ്മൻചാണ്ടിയെ പോലുള്ള കരുത്തനായ നേതാവുണ്ടായിരുന്നു. കോൺഗ്രസ് ഗ്രൂപ്പുകളും ഒറ്റക്കെട്ടായാണ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടിരുന്നത്. എന്നാൽ ഇത്തവണ സ്ഥിതി തീർത്തും വ്യത്യസ്തമാണ്. VM സുധീരൻ പറഞ്ഞതുപോലെ ഇന്ന് 2 ഗ്രൂപ്പിന് പകരം 5 ഗ്രൂപ്പുകളാണ് കോൺഗ്രസിലുള്ളത്. K സുധാകരന്റെയും VD സതീശന്റെയും നേതൃത്വം അംഗീകരിക്കാൻ തയ്യാറാകാത്തവർ തിരഞ്ഞെടുപ്പിൽ പാലം വലിക്കുമോ എന്നതും കണ്ടറിയേണ്ട കാര്യമാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചടി നേരിട്ടാൽ KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവിനും തൽസ്ഥാനങ്ങൾ രാജിവെക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുമെന്നതിനാൽ അത്തരമൊരവസ്ഥ സൃഷ്ടിക്കാൻ AI ഗ്രൂപ്പുകൾ തയ്യാറാകാനുള്ള സാധ്യതയും ഇത്തവണ കൂടുതലാണ്. കോൺഗ്രസ് ഗ്രൂപ്പ് പോരിന്റെ പല അവസ്ഥയും കണ്ടു പരിചയമുള്ള രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. ഈ പറഞ്ഞതിൽ ഏത് സംഭവിച്ചാലും കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്കാണ് തള്ളപ്പെടുക. 2019 3ാം സ്ഥാനത്തെത്തിയ BJP അല്ല 2024 BJP എന്നതും നാം തിരിച്ചറിയേണ്ടതുണ്ട്. BJP അതിന്റെ സംഘടനാ അടിത്തറ തൃശൂരിലും ഇപ്പോൾ വിപുലപ്പെടുത്തിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അവിടെ കേന്ദ്രീകരിച്ച് സുരേഷ് ഗോപി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് തന്നെ ഏറെ നാളായി. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ശേഷവും തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ് സുരേഷ് ഗോപി ചെയ്തിരുന്നത്. ഇത് BJP പ്രവർത്തകർക്ക് നൽകിയ ആവേശവും ചെറുതല്ല. മാധ്യമ പ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയ കേസൊന്നും നിലവിലെ സാഹചര്യത്തിൽ തൃശൂരിൽ വിലപ്പോവാൻ സാധ്യതയില്ല. ക്രൈസ്തവ വിഭാഗത്തെ ഒപ്പം നിർത്താൻ BJP നടത്തുന്ന നീക്കം ഫലിച്ചാൽ തൃശൂരിന്റെ മാത്രമല്ല കേരളത്തിന്റെ ചരിത്രം കൂടിയാണ് മാറുക. അത്തരമൊരു മാറ്റമാണ് സംഘപരിവാർ ആഗ്രഹിക്കുന്നതെങ്കിൽ കേരളത്തിൽ ഒരു കാരണവശാലും താമര വിരിയിക്കില്ലെന്ന വാശിയിലാണ് ഇടതുപക്ഷ പ്രവർത്തകർ മുന്നോട്ട് പോകുന്നത്. CPI മത്സരിക്കുന്ന മണ്ഡലത്തിൽ CPM പ്രവർത്തകരും വലിയ വാശിയിലാണുള്ളത്.
മുൻമന്ത്രി VS സുനിൽകുമാറിനെ മത്സരിപ്പിക്കണമെന്നതാണ് CPM അണികൾ ആഗ്രഹിക്കുന്നത്. ഈ താല്പര്യം CPI നേതൃത്വത്തോട് CPM നേതൃത്വവും തുറന്നു പറഞ്ഞിട്ടുണ്ട്. മികച്ച പ്രതിച്ഛായയുള്ള VS സുനിൽകുമാർ രംഗത്തിറങ്ങിയാൽ പിന്നെ മത്സരം സുരേഷ് ഗോപിയും സുനിൽകുമാറും തമ്മിലാകാനാണ് സാധ്യത. സിറ്റിംഗ് MP ആയ TN പ്രതാപൻ ജനകീയനാണെങ്കിലും രാഷ്ട്രീയ സാഹചര്യങ്ങളും കോൺഗ്രസിന്റെ അവസ്ഥയും അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി തന്നെയാണ്. അതെന്തായാലും പറയാതെ വയ്യ.